ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. വീണ്ടും ഒരു 100 കോടി ചിത്രവുമായി മലയാളം മോളിവുഡ് കുതിച്ചുയരുന്നു. ഇവിടെ 6 ദിവസം കൊണ്ട് 100 കോടി നേടിയിരിക്കുന്നു മോഹൻലാൽ നായകനായി എത്തിയ തുടരും എന്ന ചിത്രം. അക്ഷരാർത്ഥത്തിൽ ഇതുവരെ വന്ന 100 കോടി സിനിമകളിൽ ഏറ്റവും വിശ്വസനീയമായ 100 കോടി എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. യാതൊരു കളങ്കവുമില്ലാത്ത കള്ളവുമില്ലാത്ത ഒരു സിനിമയുടെ അല്ലെങ്കിൽ അമ്മാതിരി ഒരു കളക്ഷൻ നമുക്ക് കാണാൻ കഴിയുന്നു. അതെ, പലപ്പോഴും പല സിനിമകൾ 100 കോടി എത്തുമ്പോഴും പലർക്കും സംശയങ്ങളുണ്ടെങ്കിൽ ഈ സിനിമയ്ക്ക് സംശയം വെക്കാൻ ഒരുത്തിനും കഴിയില്ല. കാരണം ഇത് അമ്മാതിരി ഒരു സിനിമ തന്നെയാണ്. അമ്മാതിരി കൊലത്തൂക്ക് തന്നെയാണ് ഈ ഒരു സിനിമ തൂക്കിയിരിക്കുന്നതും. വെറും 6 ദിവസം കൊണ്ട് 100 കോടി എത്തുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, വീണ്ടും മോഹൻലാലിൽ നിന്ന് ഒരു 100 കോടി കൂടി. അതെ, ഒരു മാസത്തെ ഇടവേളയ്ക്ക് 2 100 കോടി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. എമ്പുരാൻ എന്ന ചിത്രം നമ്മൾ കേട്ടിരുന്നു, ട്രാക്കേഴ്സും അതേപോലെ തന്നെ അണിയറയിൽ നിന്നുമൊക്കെ 100ഉം 200ഉം കോടി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ ഒരു സിനിമ ജനങ്ങൾ നൽകിയ 100 കോടി എന്ന് തന്നെ പറയാം. കാരണം കാണുന്ന ഓരോ വ്യക്തിക്കും മോഹൻലാൽ ഫാനെന്നോ മമ്മൂട്ടി ഫാനെന്നോ ഇനി വേറെ ആരുടെയെങ്കിലും ഫാനെന്നോ ഉള്ള ഡിഫറൻസ് ഒന്നുമില്ല. എല്ലാവരും ഈ സിനിമ കണ്ടിട്ട് ഒരു കാര്യം തന്നെ പറഞ്ഞുള്ളൂ, ഇത് മികച്ച ഒരു സിനിമ തന്നെയായിരുന്നു. ഇതായിരുന്നു മോഹൻലാലിൽ നിന്ന് കാലങ്ങളായി ഞങ്ങൾ കാത്തിരുന്ന സിനിമ എന്നുള്ളതാണ്. ഈ ഒരു സിനിമയ്ക്ക് ഉള്ള പ്രശംസയും അത് തന്നെയാണ്. എങ്ങും ബോറടിപ്പിക്കാതെ വളരെയധികം ആളുകളെ തൃപ്തിപ്പെടുത്തിയ ഒരു സിനിമ എന്ന് തന്നെ പറയാം. ഇന്ന് 6 ദിനങ്ങൾ പിന്നിടുമ്പോൾ സിനിമ വേറൊരു മൈൽ സ്റ്റോണിലേക്ക് എത്തിയിരിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെയാണ് ഈ ഒരു സിനിമ എത്തിയിരിക്കുന്നത്. അതും ഓരോ ദിവസവും സിനിമയുടെ പ്രീസെയിൽ 4 കോടി എന്നുള്ള രീതിയിലും. കേരളത്തിൽ അത്രത്തോളം കൊടൂര തൂക്കാണ്. വിദേശ രാജ്യങ്ങളിലും സിനിമയ്ക്ക് മികച്ച റെസ്പോൺസാണ്. കേരളത്തിൽ നിന്ന് മാത്രമായി സിനിമ 35 കോടി കടക്കുമ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് 50 കോടിയിലേക്ക് എത്തുന്നു എന്നുള്ള കാര്യവും അത്ര ഗംഭീരമായിട്ടുള്ള ഒരു കൊലത്തൂക്ക് എന്ന് തന്നെ പറയാം. അതായത് വെറും 4 ദിവസം കൊണ്ട് തന്നെ 99 കോടി എത്തിയിരുന്ന സിനിമ 5-ാം ദിവസം എൻ്റെ പേരിന് മാത്രം അല്ലെങ്കിൽ 5-ാം ദിവസത്തെ കളക്ഷനാണ് പ്രീസെയിലൂടെ 100 കോടി അടിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. അതായത് 4 ദിവസം കൊണ്ട് തന്നെ സിനിമ 100 കോടി ക്ലബിലേക്ക് കയറി എന്ന് തന്നെ പറയാം. യാതൊരു അവകാശവാദങ്ങളോ യാതൊരു രീതിയിലുള്ള ഹൈപ്പോ തള്ളുകളോ ഒന്നുമില്ലാത്ത 100% പ്യുവറായിട്ടുള്ള ഒരു സിനിമ എന്ന് തന്നെ പറയാം. സിനിമ കണ്ടിറങ്ങുന്ന ആളുകളുടെ മനസ്സിലും മുഖത്തും കാണുന്ന സന്തോഷം 100 കോടി പുഞ്ചിരി തന്നെയാണ് ഈ സിനിമ നൽകുന്നത്. അത് തന്നെയാണ് ഫസ്റ്റ് ഹാഫിലെ ആ ഒരു എൻഡിങ് ഒക്കെ കാണുമ്പോൾ വല്ലാണ്ട് നമ്മൾ ഒരു പിരിമുറുക്കത്തിലേക്ക് പോകും. ഈ ഒരു സിനിമ ആ ഒരു റേഞ്ച് സാധാരണക്കാരനായി മോഹൻലാൽ എത്തുമ്പോൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് അതിൻ്റെയൊക്കെ മുകളിലേക്ക് പോകുന്നു. അതെ, കാടിറങ്ങിയ ഒറ്റയാൻ എന്ന് തന്നെ പറയാം. അത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ബോക്സ് ഓഫീസിനെ തീയിട്ട മോഹൻലാൽ പവർ എന്ന് തന്നെ പറയാം. എന്തായാലും വലിയ വിജയമായിക്കൊണ്ട് സിനിമയിരിക്കുന്നു. വരും ദിവസങ്ങളിൽ 200 കോടിയിലേക്ക് ടച്ച് ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ സിനിമ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാവുന്നതാണ്. ഒരു ഒന്നാന്തരം സിനിമ കാണാൻ ഉള്ള കാര്യം നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രേറ്റ് മീഡിയാസ്.